നമസ്കാരം. നമുക്കറിയാം പ്രസവശേഷം സ്ത്രീകളുടെ പഴയ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് എപ്പോഴും പ്രസവരക്ഷയ്ക്കുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ പരമ്പരാഗതമായിട്ട് നൽകാറുണ്ട്. ഇത്തരത്തിൽ പ്രസവശേഷം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചിലതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അയമോദമാണ്. ഓമം എന്നൊക്കെ പറയും. 1 സ്പൂൺ അരച്ച് തേങ്ങാപ്പാലിൽ കലർത്തി കൊടുക്കുന്ന ഗർഭാശയ ശുദ്ധിക്കും ദഹനശക്തിക്കും നീര് കുറയ്ക്കാനൊക്കെ സഹായിക്കും. കൂടാതെ ആ സമയത്തെ പല വേദനകളും മാറാനും ഇത് ഗുണം ചെയ്യും. രണ്ടാമതായിട്ട് ഉലുവയാണ്. ഇത് കഴിക്കുന്ന മുലപ്പാൽ വർദ്ധിക്കാനും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറാനും നടുവേദനയ്ക്കും ഒക്കെ നല്ലതാണ്. ഇത് മരുന്നുകളുടെ കൂടെയോ ഭക്ഷണത്തിലോ ഒക്കെ ചേർത്ത് കഴിക്കാം. മൂന്നാമതായിട്ട് എള്ളാണ്. ഇത് മുലപ്പാൽ വർദ്ധിപ്പിക്കും. കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ശർക്കര ചേർത്ത് എള്ളുണ്ടയാക്കിയോ അല്ലെ കറികളിലൊക്കെ ചേർത്തോ കഴിക്കാം. അടുത്തതായിട്ട് പെരിഞ്ജീരകമാണ്. ഉലുവയും എള്ളും ഒക്കെ പോലെ തന്നെ പെരിഞ്ജീരകവും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നു. ഇത് ദഹനം നടക്കാനും മലബന്ധം തടയാനും നല്ലതാണ്. രാത്രിയിൽ അല്പം വെള്ളത്തിൽ പെരിഞ്ജീരകം ഇട്ട് വെച്ച് രാവിലെ അത് അരിച്ച് ആ വെള്ളം കുടിക്കാവുന്നതാണ്. കൂടാതെ വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ ദഹന പ്രശ്നങ്ങൾക്ക്, ഉദര സംബന്ധമായ വായു സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. നെയ്യിൽ മൂപ്പിച്ച് ചോറിൻ്റെ കൂടെ കൊടുക്കാം. ഇവയെല്ലാം നമുക്ക് പ്രകൃതിദത്തമായി തന്നെ കിട്ടുന്നവയാണ്. അതുകൊണ്ട് ഇവയൊക്കെ പ്രസവശേഷം സ്ത്രീകളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക.